ഖത്തർ വരെ വന്നിട്ട് അടിപൊളി ബാർബിക്യൂ കഴിക്കാതെ പോകുന്നത് അത് ശരിയാണോ? ഒരിക്കലും അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ, സ്പെഷ്യലി ഫിഷ് ബാർബിക്യൂ. അപ്പോൾ പിന്നെ ഫിഷിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റി ബാർബിക്യൂ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതി സ്ട്രീം വേൾഡ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ധനത് അൽ ബഹർ എന്നാണ് കേട്ടോ. ഇത് വക്ര സൂക്കിൻ്റെ ഇൻസൈഡിൽ, അതായത് ഫിഷ് മാർക്കറ്റിൻ്റെ ഒക്കെ ഏതാണ്ട് അടുത്തായിട്ട് വരും. ഇനി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ചൂസ് ചെയ്യാനുള്ള, നമുക്ക് ഇഷ്ടത്തിന് ചൂസ് ചെയ്യാനുള്ള ഫിഷ് അവർ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ഫിഷ് ബാർബിക്യൂ ആയിട്ട് നമ്മുടെ ടേബിളിൽ ഇതെത്തും. സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അവരോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇവരുടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് സീബാസ്, റെഡ് സ്നാപ്പർ, പിന്നെ ജ്യൂസി പ്രോൺസ്, ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ എന്ന് അവർ പറഞ്ഞത്. പിന്നെ ഈ ഫിഷ് എല്ലാം ഫ്രഷായിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് ഫ്രഷായിട്ട് കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഫ്രീസറിനകത്ത് വെച്ചിട്ടൊന്നും യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പം എൻട്രൻസ് കണ്ടല്ലോ, ഇനി നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുള്ളി നല്ല ലൈറ്റും കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ നടുക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ മരങ്ങൾ കാണാൻ, ചെറിയ ചെറിയ മരങ്ങളുണ്ട്. ഈ മരങ്ങൾക്ക് ചുറ്റിനുമാണ് കേട്ടോ അവർ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പം എനിക്കാണ് തണുപ്പ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഓരോ ടേബിളിൻ്റെ സൈഡിൽ കൂടെ അവർ ഫയറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് എന്നാ പറയുന്നത്, ഒരു മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്ത് തണുപ്പ് മാറാനായിട്ട് ഫയറും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇവരിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാ അല്ലേ? അപ്പം നമ്മുടെ ഫിഷ് റെഡി ആകുമ്പോഴത്തേനും നമുക്കിവിടെ ഒക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് വന്നാലോ. ഓക്കെ, ഔട്ട്ഡോറിൽ മാത്രമല്ല കേട്ടോ, ഇവർക്ക് ഇൻഡോറിലും സ്പേസ് ഉണ്ട്. AC ഒക്കെ വെച്ച് അവർ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂട് സമയത്ത് നമുക്ക് ഇൻഡോറിലിരുന്ന് കഴിക്കാം. ഇപ്പം തണുപ്പായതുകൊണ്ട് ഞങ്ങൾ കരുതി ചൂടൊക്കെ കാഞ്ഞ് പുറത്തിരുന്ന് കഴിക്കാൻ ഒരു സുഖമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഔട്ട്ഡോർ ചൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാത്തിരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഫിഷ് ബാർബിക്യൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇനി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ. ഈ ഫിഷ് ബാർബിക്യൂൻ്റെ കൂടെ നമുക്ക് മന്തി റൈസും ചട്നിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെയുണ്ടപ്പാ? ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഇത് ഇനി അധികം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. ഫിഷ് ഇതേ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കഴിക്കൂ കഴിക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇനി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ഫിഷ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഈ ചട്നിയും ഈ മന്തി റൈസിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറയാതെ വയ്യ. നല്ല രസമുണ്ട്, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. ഇത്രയും ക്ലീൻ ആയിട്ട് ആരെങ്കിലും ഫിഷ് തിന്നോ? He is the one that ate all of this plate. Thank you. Everyone else little of this, and we couldn't even finish the whole thing. Yeah, that's but look at Gigi John. എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. ജിജോയ്ക്ക് ഫിനിഷായിട്ട് സ്റ്റോപ്പ് ചെയ്യാനേ തോന്നുന്നില്ല. സത്യം പറയാമല്ലോ, നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീ ഫുഡ് ഇതാദ്യമായിട്ട് ഇത് ഇവിടുന്നാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരുന്നേരെ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫിഷ് ബാർബിക്യൂ ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി സ്പൈസി ഒന്നും അല്ലായിരുന്നു, ഞങ്ങൾ മീഡിയം സ്പൈസാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് പിള്ളേർക്കൊന്നും അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്ത് തന്നെയാണേലും ഞങ്ങൾക്ക് പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ.
പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഖത്തറിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് ഈ റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു കസിനാണ്, ചിന്നുവും ജേക്കബുമാണ്. അവർ എപ്പോഴും ഞങ്ങളോട് പറയും ചേച്ചി യു മസ്റ്റ് ഗോ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇവിടെ പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. ഇപ്രാവശ്യം എന്നാണേലും പോകണമെന്ന് അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ വന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ വരാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിരുന്നു എന്ന് ഞങ്ങൾക്കിപ്പം തോന്നുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരേക്കും കൂടെയുണ്ട് ഞാൻ ജ്യോതി, നിങ്ങളുടെ സ്വന്തം ജ്യോതി ജിജോ. താങ്ക് യു, ബൈ. Bye.